പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മൾ പല പല ആപ്ലിക്കേഷനിലും അല്ലെങ്കിൽ പല പല സൈറ്റുകളിലും പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ മെയിൽ ഐ ഡി വെച്ച് പാസ്വേഡ് ഇട്ട് നമ്മൾ ലോഗിൻ ചെയ്യാറുണ്ട്. എന്നാൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് ആ സൈറ്റിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ കയറുന്ന സമയത്ത് നമുക്ക് ഈ പാസ്വേഡ് ഇല്ലാതെ നമുക്ക് ആ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ കയറാൻ പറ്റത്തില്ല. അതുപോലെ ഫേസ്ബുക്ക്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതിലെല്ലാം നമ്മൾ ഓരോ പാസ്വേഡ് നമ്മൾ കൊടുക്കും. പക്ഷെ ഇത് നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ഫോണിലെ തന്നെ ഒരു സെറ്റിങ്സിലുണ്ട്. അത് എവിടെയാണ്, കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്കതിന് അതെങ്ങനെയാണ് ആ പാസ്വേഡ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിന് നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നമുക്കറിയാം, ഇത് ചില സുഹൃത്തുക്കൾക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരിക്കും, എന്നാൽ അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. നമ്മൾ ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ താഴെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാ ഫോണിലും കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ സർവീസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് ഉപകാരമായിട്ടുള്ള ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് 3 ഓപ്ഷൻ വീണ്ടും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഏതെല്ലാം ആപ്ലിക്കേഷനിൽ ഇന്ന് വരെ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ പാസ്വേഡുകളും ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ആ ആപ്ലിക്കേഷനെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അത് പോയിട്ട് പാസ്വേഡുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. 1-2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഐയുടെ പടം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവുകയും ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം. നമുക്കത് എന്നിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇതാ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എവിടെയെല്ലാം നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് പാസ്വേഡ് നോക്കിയെടുക്കാവുന്നതാണ്. ഇത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പാസ്വേഡ് ഒരു ആപ്ലിക്കേഷനിൽ കൊടുക്കുന്ന സമയത്ത് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ നമുക്ക് വരും. ആ സമയത്ത് നമ്മൾ സേവ് കൊടുത്താൽ മാത്രമേ ഈ പാസ്വേഡ് ഇവിടെ കാണത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുകളുമായി അടുത്തെത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.